മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഇന്നലെ രാത്രി പണപ്പെട്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീട്ടിൽ നടന്നിരുന്നു. ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആദില, നൂറ അവരിൽ ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പോകാനൊരു പദ്ധതി ഉണ്ടെന്ന്. അത് വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനും ദിയാസനയും ഒക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ് അവരുടെ സംസാരത്തിൽ നിന്ന്. ഇപ്പോൾ വീണ്ടും അതിനെക്കുറിച്ചൊരു ചർച്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ആദില പറയുന്നത്, നമുക്കൊക്കെ പൈസ ആവശ്യത്തിന് വേണം, പൈസയാണ് ആവശ്യം. ഫെയിം ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്, പക്ഷേ ഫെയിമിനപ്പുറത്തേക്ക് നമുക്ക് പൈസ തന്നെയാണ് ആവശ്യം. ഇവിടെ സാബുമാനും ലക്ഷ്മിയും പണപ്പെട്ടി എടുക്കാനുള്ള ഒരു പ്രവണത കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ പറ്റില്ല, ഇത്രയും പണം കാണുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ പ്രവണത കാണിക്കാനും സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഞാൻ പുറത്തു പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് പണപ്പെട്ടി വെക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ, അപ്പോഴത്തെ ഒരു ഇത് വെച്ച് നമ്മൾ പണപ്പെട്ടി 3 ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടു പോകണം. കാരണം മുൻ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആദ്യ ദിവസം വെക്കുന്ന പണപ്പെട്ടിയിൽ എമൗണ്ട് കുറവായിരിക്കും, രണ്ടാമത് കുറച്ചും കൂടി എമൗണ്ട് കൊണ്ടുവരും, മൂന്നാമതാവുമ്പോൾ ഒരു വലിയ തുക കിട്ടും. അതിനുവേണ്ടി 3 ദിവസത്തേക്കെങ്കിലും പണപ്പെട്ടി ആരും എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുവരെ ഞാൻ ശ്രദ്ധിക്കാം, ആരും എടുക്കാതെ. ബേബിക്ക് അറിയാലോ, ഞാൻ അലേർട്ടായാൽ അലേർട്ടാണ്. ഇനി ആരെങ്കിലും എടുക്കുമെന്ന് തോന്നിയാൽ ഞാൻ പോയി പെട്ടിയെടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ആദിലയാണ് നൂറയോട് പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ബേബി കുറച്ചും കൂടി നന്നായിട്ട് കളിച്ചാൽ, ഗെയിം കളിച്ചാൽ ടോപ്പ് 5-ലെത്തും. ഉടനെ ആദില പറയുന്നത്, എൻ്റെ സ്വഭാവം വെച്ച് എന്നെ ആരും ഇവിടെ നിർത്തില്ല, സ്വഭാവമല്ല എൻ്റെ സംസാരം, അതുകൊണ്ട് ഞാൻ പെട്ടിയെടുക്കാമെന്ന് തന്നെയാണ് ആദില ഉറപ്പിച്ച് പറയുന്നത്. ഇവർക്കിങ്ങനെ ഒരു പ്ലാൻ നേരത്തെ മുതലേ ഉണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ സമയം വരെ ഇവരുണ്ടാകുമോ എന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും ദിവസം ഇതിനെക്കുറിച്ച് ഇവർ ഒരു പദ്ധതിയും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ പണപ്പെട്ടിയുമായി ദിവസങ്ങൾ അടുത്തപ്പോഴേക്കിനും അവർ പദ്ധതിയൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. ആദില പണപ്പെട്ടിയുമായി പുറത്തേക്കും ടോപ്പ് 5-ലേക്ക് നൂറയും. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ പദ്ധതി ഇട്ടിരിക്കുന്നത്. അക്ബറും ആര്യനും ഈ കാര്യമൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾക്ക് പണപ്പെട്ടിയും എടുത്തുകൊണ്ട് പുറത്ത് വെക്കോടെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്കാണ്, കാരണം ഒരു ഫാമിലിയിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് കാശ് വരുന്നത്, അപ്പോൾ ഫാമിലിയിലെ ഒരാൾ ടോപ്പ് 5-ലെത്തിയാൽ പോരെ. അക്ബർ പറയുന്നുണ്ട്, ഞാൻ എടുക്കില്ല, എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും ഞാൻ എടുക്കില്ല, കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും എനിക്ക് എൻ്റെ കരിയറിന് ബെനിഫിറ്റാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം ഇവിടെ നിൽക്കാനേ ശ്രമിക്കൂ. ആര്യനും പറയുന്നുണ്ട്, ആര്യന് ക്യാഷിൻ്റെ ആവശ്യമില്ല. ആദിലയ്ക്ക് ഇപ്പോഴും പേടി സാബുമാനെയും ലക്ഷ്മിനെയുമാണ്, അവരാണ് പണപ്പെട്ടി എടുക്കാൻ സാധ്യത. എന്തായാലും ആദില അതിൽ അലേർട്ടായിരിക്കുമെന്നാണ് നൂറയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് ബിഗ് ബോസ് സീസൺ 7-ന്റെ 75-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ പണപ്പെട്ടി വയ്ക്കാനുള്ള ദിവസങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.